എങ്ങനെയുണ്ട് ടർബോ? എങ്ങനെയുണ്ട് പടം? ടർബോ നമ്മൾ പറയില്ല, ലോറിക്കും ബസ്സിക്കൊക്കെ ഒരു വലിയ പറഞ്ഞ ടർബോ കംപ്ലൈൻറ്റ് ഇതിൻ്റെ വലിയ പറഞ്ഞത് വരെ ഇത് സത്യം പറഞ്ഞാൽ ജാക്കി ചാനും ബ്രൂസിലിക്കൊക്കെ പറ്റിയ മമ്മൂട്ടി ലെവലിൽ വരെ മമ്മൂട്ടി അച്ചായൻ ടർബോ, ഒരു ജാക്കി ചാൻ ടർബോ. ശരിക്കും ട്രിപ്പിൾ മാസ് എന്ന് പറയാമോ? മാസിൻ്റെ മാസം, അതായത് മമ്മൂക്കത്തിന് കുറേ ചേസിങ്ങും കുറേ ഫൈറ്റും ഉണ്ട്. 1-ാം നമ്പർ ഗംഭീര സാധനം, ക്വാളിറ്റിയോട് കൂടി ചെയ്തിട്ടുള്ളത്. പിന്നെ അറിയാലോ ക്വാളിറ്റിയുടെ രാജാവാണ് വൈശാഖട്ടെ. അതായത് ആ ഒരു ക്വാളിറ്റി പടം കാണുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സെക്കൻഡ് ഹാഫൊക്കെ ശരിക്കും നമ്മളെ കണ്ണ് അടക്കാൻ പറ്റില്ല, അമ്മാതിരി അമ്മട്ട് സാധനങ്ങൾ വേറെ ലെവലായിട്ട് കൊണ്ടുപോകും. ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ കുറച്ച് മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ അതൊന്നും ഈ പടത്തിനെ ബാധിക്കുകയും ചെയ്യില്ല. ആൾക്കാർ വഞ്ചി തുഴഞ്ഞ് പടം കാണാൻ വരും. യൂബറല്ലേ വഞ്ചി തുഴഞ്ഞ് പടം കാണും. യൂബറൊക്കെ ചിലപ്പോൾ ഫുള്ളാവും ഈ പടത്തിന്, ഈ പടം കാണാൻ പറ്റുന്ന സമയത്തെ പിടിച്ചാൽ കിട്ടില്ല. മൊത്തം ഈ അമ്മാതിരി സാധനം അമ്മിട്ട് സാധനമല്ലേ. മേക്കിംഗ് ലെവലൊക്കെ എന്ത് രസമാണ്. 73 അല്ലെങ്കിൽ 60, 65, 80 100 വയസ്സായാലും വയസ്സിന് ഒട്ടും തന്നെ പ്രാധാന്യം കൊടുക്കാത്ത ആക്ഷൻ്റെ കാര്യം പറയല്ലേ. മമ്മൂക്കാനെ എന്നുള്ളൊരു നടനെ വെച്ച് പ്രായം പറയണേ, മമ്മൂക്കയുടെ ശരീരത്തിന് പ്രായം ഉണ്ടാവും 73 വയസ്സ്, മനസ്സ് അദ്ദേഹത്തിന്റെ മനസ്സിന് ചെറുപ്പം. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നത്. നമ്മളെ കുറെ കാശ് ഉണ്ടിച്ചിട്ട് നമുക്ക് സൗകര്യങ്ങളൊക്കെ ഉണ്ടിച്ചിട്ട് നമുക്ക് പ്രായമാവും, അത് വരക്കരുത്. പക്ഷെ നമ്മളെ ഡെഡിക്കേഷൻ, മനസ്സിന്റെ ശക്തി, അതിനാണ് പ്രായം. അത് കുറഞ്ഞാൽ നമുക്ക് ശരീരത്തിന് മൊത്തം പോകും. നമുക്ക് സംബന്ധിച്ച് നമുക്കുടെ ആ ആവേശം എപ്പോഴും നിർത്തില്ല. നമുക്ക് പറഞ്ഞല്ലേ 43 വർഷത്തിൽ ഞാൻ ഇൻഡസ്ട്രിയിൽ ഇനി അടുത്ത് വിട്ടു കൊടുക്കണമില്ല, വിടും ചെയ്യില്ല. അദ്ദേഹത്തിനോടൊരു അഭിമുഖത്തിലൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇനി ഒരു ഡയറക്ടർ പോലും സിനിമയിലേക്ക് അഭിനയിക്കാൻ വിളിച്ചില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ തീണ്ടും. അതെ അവസരത്തിന്, അതായത് ഇന്നും ഈ പറയാം നമുക്ക് പണ്ടൊരു ഇൻ്റർവ്യൂ പറഞ്ഞിട്ടില്ല, അതായത് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്കത് മതി എന്ന് വെച്ച് നമ്മൾ നിർത്തി പോകണം. പക്ഷെ മമ്മൂക്കനെ സംബന്ധിച്ച് നമുക്ക് വയറ് നിറഞ്ഞിട്ടില്ല. വയറിങ്ങനെ എന്താ പറയുക, ആ ഒരു ടേസ്റ്റ് ഇന്നും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനിയും വേണം, ഇനിയും ചെയ്യണം, ഇനിയും നന്നാവണം. അത് ഈ കാലഘട്ടത്തിൽ പുതിയ തലമുറ കുട്ടികളടക്കം നമുക്കിന് ഇഷ്ടപ്പെടുന്നുണ്ട്, നമുക്കിടെ പെർഫോം ഇഷ്ടപ്പെടുന്നുണ്ട്. അതായത് കുട്ടികൾ ഈ ആവേശമൊക്കെ കണ്ടിട്ട് ആദിവാസിന്റെ പടം കണ്ടുമ്പോൾ എടാ മോനെ ഈ പടം കണ്ടിട്ട് അടിയട മോനെ മെഗാസ്റ്റാറിന് മേലെയാണല്ലേ. മെഗാസ്റ്റാറിന്റെ പക്കാ ഹീറോ. തൃശ്ശൂർ വെട്ടിക്കെട്ട് ടർബോ സാധനം, അച്ചായൻ്റെ അമ്മട്ട് സാധനം കാലിലൊക്കെ സൂപ്പറായിട്ട്.